ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധം ഉൾപ്പെട്ടിരിക്കുന്നത് നാരായണീയം 33 മുതൽ 36 വരെയുള്ള ദശകങ്ങളിലായാണ്. നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാതനാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോഭിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാത് സദൈവ. വൈവസ്വതമനുപുത്രനായ നഭാഗന്റെ മകനായി ജനിച്ച നാഭാഗന്റെ പുത്രനായ അംബരീഷൻ സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഭൂമിയുടെ അധിപതിയാണെങ്കിലും എപ്പോഴും അങ്ങയിലും അങ്ങയുടെ ഭക്തന്മാരിലും മനസ്സ് വ്യാപരിച്ച് ജീവിച്ചു. ത്വൽപ്രീതയേ സകലമേവ വിദന്യദോസ്യ ഭക്തൈവ ദേവ ന ചിരാത വൃഥാ പ്രസാദം യേനാസ്യ ജനമൃദേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാരസഹസ്രധാരം. അങ്ങയുടെ പ്രീതിക്കു വേണ്ടി സകല കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്ന ആ രാജാവിൻ്റെ ഭക്തി മൂലം ഹേ ദേവ, അങ്ങ് അദ്ദേഹത്തിൽ പ്രസാദിക്കുകയും യാചന കൂടാതെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് 1000 മുനകളുള്ള സുദർശനം നൽകുകയും ചെയ്തു. സാദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദദൗ മധുവനേ യമുനോപകണ്ഠേ പജ്ഞാ സമം സുമനസാ മഹതീം വിദന്യൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം. പിന്നീട് അംബരീഷൻ യമുനാതടത്തിലെ മധുവനത്തിൽ വെച്ച് നിർമ്മലമാനസയായ പത്നിയോടൊത്ത് വലിയ തോതിൽ ബ്രാഹ്മണ പൂജ ചെയ്തും 60 കോടി പശുക്കളെ ദാനം ചെയ്തും 1 വർഷം അങ്ങയെ ഉപാസിച്ചുകൊണ്ട് ദ്വാദശി വ്രതമാചരിച്ചു. തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തും വ്രതശ്ച നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വേദാസ്യൻ. അങ്ങയെ ഉപാസിക്കുന്ന ആ വ്രതാവസാനത്തിൽ പാരണ കഴിക്കേണ്ട സമയമായപ്പോൾ ദുർവാസസു മഹർഷി ആ രാജാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അന്യരെ ദുഃഖിപ്പിക്കുക എന്നത് സ്വഭാവമായി കഴിഞ്ഞിരുന്ന ആ മഹർഷിയെ രാജാവ് ഭോജനത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം നിത്യകർമ്മങ്ങൾ ചെയ്യാനായി യമുനാ നദിയിലേക്ക് മന്ദമന്ദം നടകൊണ്ടു. രാജ്ഞാദപാരണ മുഹൂർത്ത സമാപ്തി ഖേദാദ്വോരൈവ പാരണമകാരി ഭവൽപരേണ പ്രാപ്തോ മുനിസ്ഥതദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ഹൃദോ ധൃതജഠോ വിദതാന കൃത്യാം. അങ്ങയുടെ സ്ഥിരഭക്തനായ രാജാവ് പാരണയ്ക്കുള്ള മുഹൂർത്തം കഴിഞ്ഞു പോകുന്നതോർത്ത് ഖേദിക്കുകയും വെറും ജലം കൊണ്ട് പാരണ കഴിക്കുകയും ചെയ്തു.
അപ്പോൾ തിരിച്ചെത്തിയ മഹർഷി ദിവ്യദൃഷ്ടിയാൽ അക്കാര്യമറിഞ്ഞ് രാജാവിനെ അധിക്ഷേപിക്കുകയും ക്രോധാധിക്യത്താൽ ജട പറിച്ച് ഒരു പിശാചിയെ സൃഷ്ടിക്കുകയും ചെയ്തു. കൃത്യാം ച താമസിധരാം ഭുവനം ദഹന്തീമഗ്രേഭിവീക്ഷ്യ നൃപതീർണപദാച്ഛ കമ്പേ ത്വദ്ഭക്തഭാതമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലൻ ശലഭയൻ മുനിമന്വധാവീത്. ആയുധമേന്തി ഭുവനം മുഴുവൻ ദഹിപ്പിക്കുന്ന ആ പിശാചിയെ മുൻപിൽ കണ്ടിട്ടും രാജാവ് അനങ്ങിയില്ല. അപ്പോഴേക്കും അങ്ങയുടെ സുദർശനം രാജാവിന് നേരിട്ടിരിക്കുന്ന ആപത്ത് കണ്ടറിഞ്ഞ് അഗ്നി പോലെയുള്ള പിശാചിയെ ശലഭത്തെയെന്ന പോലെ നിഗ്രഹിക്കുകയും ഇതിനെല്ലാം കാരണഭൂതനായ ദുർവാസസു മഹർഷിയുടെ പിന്നാലെ ചെല്ലുകയും ചെയ്തു. ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്രചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കക്കാലചക്രമതിലംഘയതീത്യപാസ്ത സർവം യയൗ സച ഭവന്തമവന്തദൈവാ. ഭീതനായ മഹർഷി എല്ലാ ലോകങ്ങളിലേക്കും പ്രാണഭയം മൂലം ഓടി. അവിടെയെല്ലാം അങ്ങയുടെ ചക്രത്തെ കണ്ട് ഭയന്ന് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അരികിലേക്കോടി. കാലനെപ്പോലെ ദിവ്യശക്തിയും സംഹാരാത്മകതയുമുള്ള ഈ ചക്രത്തെ അതിലംഘിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പിന്മാറിയപ്പോൾ മുനി ശിവനെ ആശ്രയിച്ചു. ശിവനും അങ്ങയെയും സുദർശനത്തെയും മാനിക്കുകയാണുണ്ടായത്. ഭൂയോ ഭവൻ നിലയമേത്യ മുനിന്നമന്തം പ്രോജേ ഭവാനഹമൃഷേനനുഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്യതമേവ മാന്യം യാഹം വരീഷപദമേവ ഭജേതി ഭൂമൻ. അനന്തരം അങ്ങയുടെ വാസസ്ഥാനത്തെത്തി നമസ്കരിച്ച മുനിയോട്, അല്ലയോ ഭുവനങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ, അങ്ങ് പറഞ്ഞു, ഹേ മുനേ, ഞാൻ ഭക്തദാസനാണ്. ജ്ഞാനവും തപശക്തിയും വിനയത്തോടു കൂടിയതാണെങ്കിൽ മാത്രമേ ആദരണീയമാകുകയുള്ളൂ. താങ്കൾ പോയി അംബരീഷന്റെ പാദങ്ങളെ ആശ്രയിക്കുക. താവൽ സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസാവനൗഷീത് ചക്രേ ഗദേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേവി കൃപാം ച ശംസൻ. അപ്പോൾ മുനി അംബരീഷന്റെ അരികിൽ ചെന്ന് കാൽ പിടിച്ചു. രാജാവ് അടുത്തു ചെന്ന് സുദർശനത്തെ സ്തുതിച്ചു. ചക്രം മറിഞ്ഞതു കണ്ട് ആശ്വാസം പൂണ്ട മഹർഷി അങ്ങയിലുള്ള ഭക്തിയെയും തെറ്റു ചെയ്തിട്ട് പോലും തൻ്റെ നേരെ ചൊരിഞ്ഞ കൃപയെയും പ്രശംസിക്കുകയും അംബരീഷന് സർവ്വവിധത്തിലുള്ള ആശിസ്സുകൾ നൽകുകയും ചെയ്തു. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷീം വിസൃജൻ പ്രസന്നം ഭുക്തോ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപച സമാം ഭവനേശപായ. അനന്തരം മഹർഷിയെ പ്രതീക്ഷിച്ച് ഒരു സംവത്സരം നിരാഹാരനായി കഴിഞ്ഞ രാജാവ് അദ്ദേഹത്തെ സംതൃപ്തനാക്കുമാറ് ഭുജിപ്പിച്ച് പ്രസാദിപ്പിച്ചയച്ചതിന് ശേഷം സ്വയം ഭുജിക്കുകയും അങ്ങയിൽ പൂർവാധികം ഭക്തിയോടും ആസക്തിയോടും കൂടെ ജീവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.